يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الكريم ذي المنن آتى نبينا صلى الله عليه وسلم جوامع الكلم، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ യഥാവിധി നിർവഹിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 2025 എന്ന വർഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. 2026 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പുതുവർഷം വരുമ്പോൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും വഴിവിട്ട പ്രവർത്തനങ്ങളിലൂടെ ലഹരിക്കടിമപ്പെടുകയും തോന്നിവാസങ്ങളിൽ മുന്നോട്ട് പോവുകയുമൊക്കെ ചെയ്യുന്ന ഒരു ലോകത്ത് സത്യവിശ്വാസികളായ ആളുകൾക്ക് ഏറെ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും അമൂല്യമായ സമ്പത്താണ് നമ്മുടെ ആയുസ്സ്, നമ്മുടെ സമയം എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഖബറിലേക്കുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ആ സെക്കൻഡിലേക്ക് എത്തുന്നത് വരേക്കുള്ള ഓരോരുത്തർക്കും എത്രയാണ്? ഇവിടെ ഇരിക്കുന്ന ഈ നിൽക്കുന്ന ഞാനും നിങ്ങളുമടക്കമുള്ള ഓരോരുത്തർക്കും ആ സെക്കൻഡുകൾ, ഇതിൻ്റെ മൈക്രോ സെക്കൻഡുകൾ പോലും റഹ്മാനായ റബ്ബിൻ്റെ റെക്കോർഡിൽ, അവൻ്റെ അറിവിൽ അത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. എപ്പോഴേ സംഭവിക്കുന്നു, എപ്പോഴാണ് സംഭവിക്കുക എന്ന് യാതൊരു തിട്ടവുമില്ല. വളരെ കൃത്യമായി റഹ്മാനായ റബ്ബിൻ്റെ രേഖയിൽ അതുണ്ട്. പക്ഷേ നമുക്കെന്താണ് കടപ്പാടുള്ളത്? നാം ആലോചിക്കണം. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് സജീവമായ പ്രാർത്ഥനകളാണ്. തനിക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ ഇണകൾക്ക് വേണ്ടി, തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വേണ്ടി, സർവ്വജനങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അല്ലാഹുവേ, ഒരു വർഷം എനിക്ക് കഴിഞ്ഞു, അടുത്തൊരു വർഷത്തിൽ എനിക്ക് നന്മകൾ മാത്രം ചെയ്യുവാൻ നീ തൗഫീക്ക് തരണേ അല്ലാഹ്. തിന്മകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാനുള്ള ഒരു ഈമാൻ എനിക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതുപോലെ തന്നെ ഏതെല്ലാം നന്മകളുണ്ടോ അതൊക്കെ ചെയ്യുവാനുള്ള തൗഫീഖും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള നിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ കാവലും നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടത്. എന്നാൽ ഇസ്ലാമിൽ ഒരു പൊതുവായ തത്വമുണ്ട്. കേവലം പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം അള്ളാഹു നമ്മോട് നമ്മുടേതായ അധ്വാനം മതിയാക്കാൻ പറഞ്ഞിട്ടില്ല.
എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കുന്ന കാര്യം സഫലീകൃതമായി തീരുവാൻ ആവശ്യമായത് നമ്മൾ ഓരോരുത്തരുമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നാം ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടത് നമ്മുടെ ഈമാനാണ് പരിശോധിക്കേണ്ടത്. എന്നെയും നിങ്ങളും ഞാനും നിങ്ങളും അടങ്ങുന്ന ആരാണെങ്കിലും ഈ സെക്കൻഡിൽ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടും താമസിയാതെ എത്ര പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളാണെങ്കിലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതുപോലെ തന്നെ നിസ്കാരം നിർവഹിച്ച് നമ്മെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ച് കല്ലുകൾ കൊണ്ട് മൂടി മണ്ണിട്ട് മൂടി തിരിച്ചു പോരും. ആ ഘട്ടത്തിൽ അവിടെ വരുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആരാടോ നിന്റെ റബ്ബ്? നിന്റെ റബ്ബിനെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്? മൻ റബ്ബുക്? ആരാ നിന്റെ റബ്ബ്? ആരായിരുന്നു നിന്റെ റസൂൽ? നിന്റെ റോൾ മോഡൽ ആരായിരുന്നു? ആ റസൂലിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ചോദ്യം. നിന്റെ ആദർശം എന്തായിരുന്നു? നീ ഏത് ദീന് നോക്കിയിട്ടാ നീ ജീവിച്ചത്? നീ ദീനിയായിട്ട് നിന്റെ ആദർശമായി കൊണ്ട് നടന്നത് എന്തായിരുന്നു? വളരെ കൃത്യമായ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഞാനും നിങ്ങളും. എപ്പോ? ഒരുപാട് കൊല്ലം, ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ല. ഈ സെക്കൻഡിൽ ഞാനോ നിങ്ങളോ മരിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്കകം വരാൻ പോകുന്ന പരീക്ഷ, മലായിക്കത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷ, ഖബറിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ ഗൗരവത്തോടെ പറഞ്ഞിട്ടുള്ള 3 ചോദ്യങ്ങൾ. ഇതിന് മറുപടി പറയാൻ എനിക്ക് സാധ്യമാകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെനിക്ക് എൻ്റെ റബ്ബിനെ കുറിച്ച് എന്തറിയാം? അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം എനിക്കെന്തറിയാം? എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എനിക്കെന്തറിയാം? ആ മുത്ത് മുസ്തഫയാണോ എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽ? അതേപോലെ തന്നെ എൻ്റെ ആദർശം ദീനായിരുന്നു, ആ ദീന് ഇസ്ലാമായിരുന്നു എന്ന് അള്ളാഹുവിനോട് പറയണമെങ്കിൽ, മലായിക്കത്തുകളോട് മറുപടി പറയണമെങ്കിൽ, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ റോൾ മോഡലായ മുത്ത് മുസ്തഫയാണ്, എൻ്റെ ആദർശം ഇസ്ലാം മാത്രമായിരുന്നു എന്ന് പറയാൻ അടുത്ത മണിക്കൂറുകൾക്കകം തയ്യാറാകുവാൻ എന്താ നമ്മളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ചോദ്യമാണ് റബ്ബിന്റെ ചോദ്യം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ പേടിച്ചു ജീവിക്കുവീൻ. ഫൽ തൻളുർ നഫ്സുൻ, ഓരോരുത്തരും ഉറ്റാലോചിക്കട്ടെ, ഓരോരുത്തരും അവരോട് ചോദിക്കട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഞാൻ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഏതാ ഈ നാളെ? ഇതാ ഈ പറഞ്ഞ നാളെ, അല്ലെങ്കിൽ ഇന്ന്, ഏതാനും മണിക്കൂറുകൾ ആവാം, ആരോ എന്തോ ആയിരിക്കട്ടെ. അതിൻ്റെയൊക്കെ ശേഷം മഹ്ശറ എന്ന് പറയുന്ന വലിയ ലോകം എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? പിന്നെയും അല്ലാഹ് പറയുകയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, പേടിക്കണേ. ഒരായത്തിൽ അപ്പുറം നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ചിന്തിക്കണേ എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിലും പറയുന്നു ഇത്തഖുല്ലാഹ്, അല്ലാഹനെ പേടിക്കണേ. ശേഷവും പറയുന്നു വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ലോകത്തെ ഏതെങ്കിലും ഒരു ഉപകരണങ്ങൾക്ക് കേടുപറ്റും, നിരീക്ഷണങ്ങൾക്ക് കേടുപറ്റും, ഏത് ക്യാമറകൾക്കും കേടുപറ്റും. ഇത് നിരീക്ഷിക്കുന്നത് അല്ലാഹയാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും കൃത്യമായി റെക്കോർഡ് ചെയ്ത് റഹ്മാനായ റബ്ബിന് സൂക്ഷ്മമായി അറിയാൻ കേട്ടോ. അവനാ നാളെ പരലോകത്തെ നിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്തൊരുക്കി വെച്ചു എന്ന് ചിന്തിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ചോദിക്കൂ, ഞാൻ എന്നോട് ചോദിക്കണം, ഓരോരുത്തരും ചോദിക്കണം, റബ്ബേ, എനിക്കെൻ്റെ ഖബറിൽ ഈ 3 മറുപടിയും പറയാൻ എനിക്ക് സാധ്യമാകുമോ? അതിനെന്ത് വേണം? ഈമാനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഉസൂലുൽ ഈമാൻ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈമാൻ എന്ന്? നാട്ടു നടപ്പല്ല ഈമാൻ, ഭൂരിപക്ഷം കൊണ്ട് നടക്കുന്നതല്ല ഈമാൻ. മറിച്ച് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെ ലോകത്തിന് കൈമാറിയ ഈമാൻ എന്താണോ അത് വിശ്വസിച്ചേക്കണം, അതനുസരിച്ച് ജീവിച്ചേക്കണം. ആ നിലക്കുള്ള വിശ്വാസത്തിൽ നീ ഏറ്റവും ക്ലിയറാണോ? ഞാൻ ക്ലിയറാണോ? ആരോടും ആരും ചോദിക്കണ്ട, ഞാൻ എന്നോട് ചോദിക്കണമെന്നായി പറയുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനികമായ കാര്യങ്ങളാ 3 ഖബറിൽ
നമുക്ക് മറുപടി പറയാനുള്ളതാണെന്ന് പറഞ്ഞില്ലേ? അതിൽ ഈമാനികമായ കാര്യങ്ങളും എല്ലാം ഉള്ളടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. റബ്ബിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് അതിലെല്ലാം അടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ മൊത്ത ചോദ്യമാണ് ഖബറിൽ വരാനിരിക്കുന്നത് എന്ന ഓർമ്മ വേണം. എന്നിട്ട് ആഹ്ലാദിച്ചോളൂ, എന്നിട്ട് ആനന്ദിച്ചോളൂ, എന്നിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തോളൂ, എന്നിട്ട് എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിലും ഇടപെട്ടോളൂ. അതൊക്കെ ഈ ഗൗരവത്തിലുള്ള കാര്യം മറന്നുകൊണ്ടാവരുത്. മോശപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ചിന്തിക്കുക, ഈ പറയുന്ന ആളുകളൊന്നും എൻ്റെ കൂടെ ഖബറിലുണ്ടാവില്ല, മഹ്ശറിലുണ്ടാവില്ല, എനിക്ക് വക്കാലത്ത് ഏറ്റെടുക്കാൻ എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഞാൻ ഒറ്റക്കേ ഉണ്ടാകൂ, എൻ്റെ ഖബറിലും ഒറ്റക്കാണ്. മഹ്ശറിൽ വിചാരണക്ക് ഞാൻ ചെന്നു നിൽക്കുമ്പോൾ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, സിംഗുലറായി ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരിക. അതുകൊണ്ട് ദീൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, ആർക്കും വേണ്ടി ദീനിനെ അടിയറ വെച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകണ്ട. നെകളിപ്പ് വേണ്ട, പണത്തിന്റെ പളവളപ്പ് കാണിക്കണ്ട, എല്ലാ രൂപത്തിലുമുള്ള തൻ്റെതായ പരിഹാസം തുടരണ്ട. ഇത് ദീനാണ്, ദീന് തൊട്ട് കളിക്കണ്ട എന്നാണ് റഹ്മാനായ റബ്ബ് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഗൗരവത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തഖുല്ലാഹ റബ്ബക്കും വസല്ലൂ ഖംസക്കും വസൂമൂ ശഹ്റക്കും വഅദ്ദൂ സകാത അംവാലിക്കും വഅതീഉ ദാ അംരിക്കും തദ്ഖുലുൽ ജന്നത ഇൻദ റബ്ബിക്കും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണത്. മുത്ത് മുസ്തഫ നമ്മോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആലോചിക്ക്, ഒരു കൊല്ലം കഴിഞ്ഞു പോയില്ലേ, ചിന്തിക്ക്, എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് ആലോചിക്കാനാ പറയുന്നത്. എന്താ വേണ്ടത്? ഇത്തഖുല്ലാഹ റബ്ബക്കും, യജമാനായ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്ക്. കഴിഞ്ഞ കൊല്ലം എങ്ങനെയായിരുന്നു എൻ്റെ തഖ്വ, ഇനി എങ്ങനെ ആയിരിക്കും എൻ്റെ തഖ്വ? റബ്ബേ, ആ ഒരു ചിന്ത നിനക്ക് വന്നുവോ? നിന്റെ റബ്ബിനെ നീ സൂക്ഷിക്ക്. ഇനിയോ വസല്ലൂ ഖംസക്കും, 5 നേരം നിങ്ങൾ നിസ്കരിക്ക്. എന്താ അതിൽ നമ്മുടെ നിലവാരമെന്ന് പരിശോധിക്കണം. ഇന്ന് സുബഹിക്ക് പള്ളിയിലെത്തിയോ? ഇന്നലെ ഇശാഇ ജമാഅത്തിനുണ്ടായോ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പള്ളികളിൽ ഞാൻ ജമാഅത്തിനെത്തിയോ? സമയത്തെ നിസ്കാരം ഞാൻ നിർവഹിച്ചുവോ? 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം എന്തായിരുന്നു അവസ്ഥ? ആ കാര്യത്തിൽ എൻ്റെ സ്ഥിതി എന്തായിരുന്നു? പരിശോധിക്കണം. നിസ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരുന്നുവോ? അതോ ഹൈസ്പീഡ് നിസ്കാരമായിരുന്നുവോ? അതോ ഖൽബ് മറ്റെവിടെയെങ്കിലും ആയിരുന്നുവോ? ചിന്തിക്കണം, ആലോചിക്കണം. വസൂമൂ ശഹ്റക്കും, നിങ്ങളുടെ ഒരു മാസത്തെ നിർബന്ധമായ നോമ്പിൻ്റെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അത് കൃത്യമായി അനുഷ്ഠിക്കണം നിങ്ങൾ. ആ വിഷയത്തിൽ എന്തായിരുന്നു എൻ്റെ നിലപാട്? വഅദ്ദൂ സകാത അംവാലിക്കും, നിങ്ങളുടെ ധനത്തിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടുവീൻ. പരിശോധിക്ക്, ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സക്കാത്തിന്റെ കണക്കെന്താണ്? ഇത്രയും കാലം ഞാൻ കൊടുത്തുവോ? എൻ്റെ സ്ത്രീകൾ ആലോചിക്കണം, എൻ്റെ വീടുകളിലുള്ള സ്ത്രീകൾ ആലോചിക്കണം, ഭാര്യമാരാലോചിക്കണം, പെങ്ങന്മാരാലോചിക്കണം, ഉമ്മമാരാലോചിക്കണം. ആഭരണത്തിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടിയിട്ടുണ്ടോ? ഓരോരുത്തരും അവരവരുടെ ഖബറുകളിലേക്കാണ്. ആ ചിന്ത വേണം. അതേപോലെ തന്നെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅതീഉ ദാ അംരിക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികളുണ്ട്, നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തെ നിങ്ങൾ അനുസരിച്ചുവോ? അള്ളാഹു അവൻ കൃത്യമായി തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. എവിടെ താമസിക്കുകയാണെങ്കിലും ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടമയാണ്. അള്ളാഹു പൊരുത്തപ്പെടുന്ന നിയമങ്ങളാകുന്നിടത്തോളം കാലം അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ മാത്രം തദ്ഖുലുൽ ജന്നത ഇൻദ റബ്ബിക്കും, തദ്ഖുലു ജന്നത റബ്ബിക്കും, തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കും. നോക്കൂ, നിങ്ങൾ ഇനി ഇവിടെ എന്താണ് എണ്ണാൻ ബാക്കിയുള്ളത്? ഈമാനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കർമ്മപരമായ നിസ്കാരം പറഞ്ഞു, നോമ്പിന്റെ കാര്യം പറഞ്ഞു, സക്കാത്തിന്റെ കാര്യം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി. അഥവാ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വാസ വിശുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ്, കർമ്മവിശുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ്, സ്വഭാവ വിശുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ സാമ്പത്തിക വിശുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ്, ലൈംഗിക വിശുദ്ധിയുടെ കാര്യത്തിൽ
ഞാൻ എപ്രകാരമാണ് ഓരോന്നും ചിന്തിക്കണം എന്നാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ പടപ്പുകളോടുള്ള പെരുമാറ്റങ്ങളിൽ എൻ്റെ സ്വഭാവം എപ്രകാരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കോപം നിയന്ത്രിക്കുന്നവനാണ് വിശ്വാസി എന്നാണ്. എല്ലാ രൂപത്തിലുമുള്ള നല്ല തടിമാടന്മാരായി തൻ്റെ റിങ്ങിൽ തൻ്റെ എതിരാളിയായി വരുന്ന എതിരാളിയോട് റിങ്ങിൽ അവനെ കുത്തിമലർത്തി അടിക്കുന്നവനല്ല യഥാർത്ഥത്തിലുള്ള ശക്തൻ എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഥാർത്ഥ ശക്തൻ എന്ന് പറയുന്നത് എന്താണെന്നോ, അല്ലദീ, ഏതൊരു മനുഷ്യനാണവൻ, അവൻ്റെ കോപത്തെ നിയന്ത്രിക്കുന്നു. എപ്പോൾ അവന് വല്ലാതെ റൈസാകുമ്പോ, ചൂട് പിടിക്കുമ്പോ, ദേഷ്യം വരുമ്പോ തൻ്റെ മനസ്സിനെ യംലികു നഫ്സഹു, സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരാൾ ഇങ്ങോട്ട് കോപിച്ചുകൊണ്ട് പെരുമാറുമ്പോൾ അങ്ങോട്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ വിവേകം കൊണ്ട് നേരിടണമെന്നാണ് സ്വഭാവരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല പലപ്പോഴും എന്നോടെങ്ങനെയാണോ ഇങ്ങോട്ട് അങ്ങനെയോ അതിലപ്പുറമോ ആയിരിക്കും ഞാൻ അങ്ങോട്ട് എന്നാണ് പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന ഒരു നയം. അത് കുടുംബ ബന്ധങ്ങളിലും കാണും, അയൽപ്പക്ക ബന്ധങ്ങളിലും കാണും, മറ്റുള്ള സ്നേഹിതന്മാരോടുള്ള ബന്ധങ്ങളിലും കാണും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നലീ ഖറാബ, എനിക്ക് ചില അടുത്ത ബന്ധുക്കളുണ്ട്, എനിക്ക് ചില കൂടപ്പറപ്പുകളുണ്ട്, എനിക്ക് ചില ബന്ധുമിത്രാദികളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അസിലുഹും, കുടുംബബന്ധം ചേർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ആ കുടുംബബന്ധം ചേർക്കുന്നയാളാണ് ഞാൻ. പക്ഷേ എങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് എന്താണെന്നോ നേരെ മറിച്ചാണ്. എത്ര ഞാൻ കുടുംബബന്ധം പുലർത്താൻ ശ്രമിച്ചാലും വയഖ്തഊനി, അവരെന്നോട് ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യാറുള്ളത്. തീർന്നില്ല നബിയെ, വഉഹ്സിനു ഇലൈഹിം, ഞാൻ അവർക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന നിലക്ക് എല്ലാ നന്മകളും മാത്രമേ ചെയ്തു കൊടുക്കാറുള്ളൂ. പക്ഷേ വയുസീഊന ഇലയ്യ, അവരെന്നോട് പ്രത്യുപകാരം ചെയ്യൽ എങ്ങനെയാണെന്നോ, ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം കൊണ്ടാണ് അവരെന്നോട് അതിന് പ്രതികരിക്കാറുള്ളത്. മാത്രമല്ല വഹലുമു അൻഹും, അവരിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും വിവേകപൂർണമായിട്ടേ ഇടപെടാറുള്ളൂ. പക്ഷേ വയജ്ഹലൂന അലയ്യ, അവരെന്നാലും എന്നോട് വളരെ മോശമായ നിലക്കാണ് എന്നെ സമീപിക്കാറുള്ളത്. ഞാൻ എന്ത് ചെയ്യണം നബിയെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്കൾ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ കാര്യമെങ്കിൽ നിങ്ങൾ ആ ബന്ധുമിത്രാദികളെ, നിങ്ങൾ ആ ബന്ധുവിനെ ചുടുവെണ്ണീർ തീറ്റിക്കുകയാണ്. തൊള്ള നിറച്ച് നല്ല ചൂടുള്ള വെണ്ണീറാണ് വായിലേക്കാണ് ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ രസം? അത് അയാൾക്ക് അതിൻ്റെ കുഴപ്പമെന്ന്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ. അയാൾ ചുടുവെണ്ണീർ വായിലിട്ട് ചവക്കുന്നവൻ്റെ ദുരനുഭവം കാലാകാലം അയാൾ അനുഭവിക്കേണ്ടി വരും. ആ വൃത്തികെട്ട സ്വഭാവം തുടരുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും വരാനില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണമെന്ത്, വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം, താങ്കൾക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊരു കാവൽക്കാരൻ ഉണ്ടാകും. റബ്ബ് നിങ്ങൾക്കൊരു സഹായിയായിട്ട് എപ്പോഴും ഉണ്ടാകും. എപ്പോ? മാതും തഅലാദാലിക, നിങ്ങൾ ഈ പറയുന്ന സൽസ്വഭാവത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ. അതേ അവസരത്തിൽ നിങ്ങൾക്കും ദേഷ്യം പിടിച്ചിട്ട് കുറേ കാലമായില്ലേ ഞാനിത് സഹിക്കണ്, ഇനി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് തിരിച്ചടി തുടങ്ങിയാൽ ആ സഹായം നിങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെടും, നിങ്ങൾക്കും റബ്ബിൻ്റെ കാവൽ നഷ്ടപ്പെടും എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏത് മേഖലയിലും വിശ്വാസികൾ എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇനിയും നോക്കൂ മറ്റൊരു ഹദീസ്. ആരെങ്കിലും ദേഷ്യം പിടിച്ചപ്പോൾ ആ കോപത്തെ നിയന്ത്രിച്ചു, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, തന്നോട് ഏതെങ്കിലും വൃത്തികെട്ട പെരുമാറ്റം നടത്തിയവനോട് അതേ നാണയത്തിൽ അവനെ എതിർക്കാനും അവനെ അടിച്ച് തോൽപ്പിക്കുവാനും എനിക്ക് സാധിക്കും, എന്നിട്ടും ഞാൻ ക്ഷമ പാലിച്ചുവെങ്കിൽ ദഅഹുല്ലാഹു സുബ്ഹാനഹു വലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ
ജനകോടികളുടെ മുമ്പിൽ വെച്ച് റഹ്മാനായ റബ്ബ് ഈ മനുഷ്യനെ പ്രത്യേകം വിളിച്ച് ആദരിച്ച് സ്വർഗീയമായ മഹിമകൾ പറഞ്ഞുകൊണ്ട് അവനെ പ്രത്യേകം ആദരിക്കുന്നതാണെന്ന് മഹാനായ റബ്ബുൽ ആലമീൻ നമുക്ക് മുത്ത് മുസ്തഫയിലൂടെ അറിയിച്ചു തന്നിരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് ആളുകൾ തെറ്റിക്കൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ ദീനിന്റെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുമാണ്. അതുകൊണ്ട് തന്നെ പുതുവർഷത്തിലേക്ക് 2026 എത്തുമ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിക്കുക, റബ്ബേ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ ശരീരത്തിൻ്റെ തൂക്കം നോക്കുന്നുണ്ട്, രോഗം എന്തൊക്കെയുള്ളതെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം പരിശോധിക്കുന്നുണ്ട്, ഒക്കെ നോക്കുന്നുണ്ട്, പുതുക്കേണ്ടതൊക്കെ പുതുക്കുന്നുണ്ട്, പാസ്പോർട്ട് എക്സ്പയർ ആകുന്നത് എപ്പോഴാണ് ശ്രദ്ധിക്കുന്നുണ്ട്, വിസ എപ്പോഴാണ് എക്സ്പയർ ആകുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം വേണ്ടത് തന്നെയാണ്, ആവശ്യം തന്നെയാണ്, കാരണം ദുന്യാവിലാ ജീവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നല്ല വാല്യുബിൾ ആയിട്ട് കയ്യിലും പെട്ടിയിലും ഉണ്ടായിട്ടും അതിനൊന്നും നീ വേണ്ടേ, ഞാൻ വേണ്ടേ? നമ്മളെപ്പോഴാ എക്സ്പയർ ആകുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് നമുക്കറിയില്ല. ആ ഡേറ്റ് എവിടെ നോക്കിയാലും കിട്ടില്ല. ആ സെക്കൻഡ് അള്ളാഹുവിനെ അറിയൂ. വമാ തദ്രി നഫ്സുൻ, ഒരു മനുഷ്യനും അറിയില്ല ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ച് മരിക്കും. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്നിലുള്ള വിശ്വാസം നിങ്ങൾക്ക് പൂർണ്ണമാകണമെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കണം. ഞാൻ നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചിരുന്നിട്ടാണ് പോയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ നിങ്ങളോട് എന്തു പറയാനേൽപ്പിച്ചോ അത് മുഴുവനും ഞാൻ പറഞ്ഞിരുന്നിട്ടല്ലാതെ ഇവിടുന്ന് പോവില്ല. എല്ലാം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് പഠിപ്പിക്കാത്ത സ്വന്തം ഇനി നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ആരും ഒരു കാലത്തും ചെയ്യാൻ തയ്യാറാവണ്ട. അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ മുത്ത് മുസ്തഫായുടെ പേരിൽ കള്ള ഹദീസുകൾ നിർമ്മിച്ചുകൊണ്ടാണ് അവരുടെ ആശയങ്ങൾക്ക് പിൻബലമേകുവാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റോൾ മോഡൽ, അവിടുത്തെ കുറിച്ച് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ മുത്ത് മുസ്തഫ സംസാരിക്കൂല. സ്വന്തം ഇഷ്ടപ്രകാരം മുത്ത് മുസ്തഫ സംസാരിക്കാറില്ല. വഹീ കിട്ടിയതേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്, വഅൻസൽനാ അലൈക, താങ്കളുടെ മേൽ നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്, അൽ കിതാബ വൽ ഹിക്മ, കിതാബും അവതരിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതും അവതരിപ്പിച്ചു തന്നു. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഹദീസുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലപ്പുറം അതിലില്ലാത്ത കാര്യങ്ങൾ, ആ കിതാബിലും ഹിക്മത്തിലും ഇല്ലാത്ത കാര്യങ്ങൾ കള്ള ഹദീസുകൾ നിർമ്മിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക്, അത് നോമ്പിൻ്റെ പേരിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും ആരെങ്കിലും ഇവിടെ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അത് മുത്ത് മുസ്തഫായോട് ചെയ്യുന്ന, റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന കടുത്ത ധിക്കാരമാണ്. അവിടുത്തെ വാചകം നമ്മൾ ശ്രദ്ധിക്കണം. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹദ്ദസ അന്നീ ബിഹദീസിൻ, ആരെങ്കിലും എന്നിൽ നിന്ന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ, അഥവാ എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന നിലക്ക് ആരെങ്കിലും ഒരു ഹദീസ് പറഞ്ഞാൽ, യുറാ അന്നഹു കദിബുൻ, അവൻ അറിയാം അത് കള്ള ഹദീസാണെന്ന്, സഹീഹായ ഹദീസല്ല, നുണയാണത്, മുത്ത് മുസ്തഫായുടെ പേരിൽ കറ്റുകെട്ടി പറയുന്നതാണത് എന്നവൻ അറിയാം. എന്നിട്ടും അവൻ അതിൻ്റെ വക്താവായിക്കൊണ്ട്, അതിൻ്റെ ആളായിക്കൊണ്ട്, അതിൻ്റെ പ്രചാരകനായിക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഫഹുവ അഹദുൽ കാദിബീൻ, കള്ളന്മാരിൽ, നുണ പറയുന്നവരിൽ, ചതിയന്മാരിൽ ഒരു മെമ്പറാണവനെന്നവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. മുത്ത് മുസ്തഫായുടെ മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് എൻ്റെ പേരിൽ പറഞ്ഞാൽ
നരകത്തിയിൽ അവൻ്റെ തിരിപ്പിടം എത്രയും വേഗം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന്. നോക്കണം നിങ്ങൾ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട്, കള്ളഹദീസുകൾ ലക്ഷക്കണക്കിന് നിർമ്മിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് ഒരുപാട് ആചാരങ്ങളെ കടത്തിക്കൂട്ടിയ ആളുകളുണ്ട്. നമ്മൾ ആലോചിക്കണം, പുതുവർഷത്തിലും നമ്മൾ ആലോചിക്കണം, ജീവിതത്തിൽ ഒരു കൊല്ലം എപ്പോൾ ജീവിക്കുമ്പോഴും നമ്മുടെ റോൾ മോഡൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് പഠിപ്പിച്ചിരുന്നതാണ് ദീന്, പിൽക്കാലത്തുള്ളവരുടേതല്ല ദീന്. മുസ്തഫ അത് സഹാബത്തിന് കൈമാറിയിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്തിനാണ് ഇതൊക്കെ നമ്മൾ ആലോചിക്കണം എന്ന് പറയുന്നത്? എന്തേ അല്ലാതെ ജീവിച്ചാൽ കുഴപ്പം? മരണനേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഒരാൾക്കും അറിയില്ല, അല്ലാഹ്ക്കേ അറിയുള്ളൂ. പക്ഷെ അത് പെട്ടെന്നായിരിക്കും. എത്രയോ ആളുകൾ ഈ ഒരു കഴിഞ്ഞ കൊല്ലത്തിനിടക്ക് നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ മരിച്ചുപോയില്ലേ? മൂപ്പര് മരിച്ചോ? ഇപ്പോഴല്ലേ സംസാരിച്ച് പിരിഞ്ഞത്, ഇന്നലെയല്ലേ കണ്ടത്, ഇപ്പോഴല്ലേ എന്നോട് സലാം പറഞ്ഞു പോയത്, മരണപ്പെട്ടോ? വലിയ അത്ഭുതം നമുക്ക്. പക്ഷെ ആ അത്ഭുതമൊന്നും അധിക സമയം നീണ്ടു നിൽക്കാറില്ല. എന്നാൽ റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, ജനങ്ങളെ, ഗതകാല ജീവിതത്തിൽ തെറ്റുകൾ വന്നുവോ? പശ്ചാത്തപിച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കേ. അടുത്ത സെക്കൻഡ് മുതൽ നന്നാവാൻ നോക്ക്. സത്യവിശ്വാസികളോട് സൂറത്തു സുമറിലൂടെ റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ യജമാനായ റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങുവീൻ. ശിക്ഷ വന്നെത്തുന്നതിന്റെ മുമ്പ് അതെപ്പോഴാ വരികയാണ് നിങ്ങൾക്ക് മനസ്സിലാവൂല. ശിക്ഷ വന്നെത്തിയതിൻ്റെ ശേഷം, നിങ്ങൾക്ക് ഗൗരവതരമായ കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടതിൻ്റെ ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് കെഞ്ചും. എന്ത്? റബ്ബേ, എൻ്റെ ജീവിതം എനിക്ക് പാഴായി പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നന്മകളിൽ വീഴ്ച വരുത്തിയല്ലോ, അതേപോലെ തന്നെ ഞാൻ പല ദീനിൻ്റെ കാര്യങ്ങളെയും പരിഹസിച്ചല്ലോ, എനിക്ക് ഹിദായത്ത് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ മുത്തഖിയായി ജീവിച്ചില്ലല്ലോ, ദുന്യാവിലേക്കൊരു മടക്കം തരുമോ അല്ലാഹ്, ഞാനൊന്ന് നല്ലവനായി ജീവിച്ചോളാം. ഇതൊക്കെ ഏത് സൂറത്തിലാണെന്നറിയോ? സൂറത്തു സുമറിലാണ്. ആയത്തോതാൻ നേരല്ല. സൂറത്തു സുമർ ഒന്നെടുത്ത് പഠിക്ക്. മരിക്കുന്ന നേരത്ത് ഇതൊക്കെ ഓരോരുത്തരും മരണനേരത്തും മഹ്ശറിനും ഒക്കെ അത് പറയും. പക്ഷെ അപ്പോഴേക്ക് വല്ല നിവൃത്തി ഉണ്ടാവുമോ? വല്ല നിവൃത്തി ഉണ്ടാവുമോ? അതുകൊണ്ട് ചിന്തിച്ച് ഓരോ സ്റ്റെപ്പും വെച്ചോളൂ. ഞാനും നിങ്ങളും, നിങ്ങളോടും പറയുന്നത്, അടുത്ത ഒരു വർഷത്തിൻ്റെ ജീവിതം എങ്ങനെ വേണമെന്നുള്ള അജണ്ട ഇപ്പം തയ്യാറാക്കിക്കോ. അതിൻ്റെ തൗഫീക്കിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചോളൂ. ഗതകാല ജീവിതത്തിൽ എന്തും വരട്ടെ, ഗഫൂറാണ് റബ്ബ്, റഹീമാണ് റബ്ബ്, എല്ലാം പൊറുക്കുന്നവനാണ്, ഗഫാറാണവൻ. അവനോട് പശ്ചാത്തപിക്കേ. പക്ഷേ അത് നാളെയാവാം, മറ്റന്നാളാവാം, ഉംറക്ക് പോകുമ്പോൾ മക്കത്തുനിന്നാവാം, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാവാം, ഹജ്ജിന് ചാൻസ് കിട്ടിയാ അപ്പോഴാവാം തൗബ എന്നൊന്നും കാത്തിരിക്കണ്ടോ. ഇതാ ഈ ഒരു സെക്കൻഡ്, ഈ സെക്കൻഡ് വല്ല ഉറപ്പുണ്ടോ അടുത്ത സെക്കൻഡിൽ ഞാനോ നിങ്ങളോ ഉണ്ട്? ഇല്ല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ ആലോചിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക, നന്മകൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരു തിന്മയും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക. ഗതകാല പാപങ്ങളോർത്ത് റബ്ബിനോട് കരഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് തൗബ ചെയ്യുക. അള്ളാഹു നമുക്ക് നല്ല ഒരു ജീവിതം ഭാവിയിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പോരായ്മകൾ അവൻ പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.